ഓരോന്ന് ചെയ്തിട്ട് കയ്യിലുള്ള കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ തീർന്നു പോയെന്നുള്ള സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ അതാ വീണ്ടും ഒരു ഓൺലൈൻ പർച്ചേസ്. എന്തായാലും വന്നപ്പോൾ തന്നെ ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാർഡ്ബോർഡ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാലിയായിട്ടുള്ള ബോക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ജോൺ ഹോനായുടെ പണപ്പെട്ടി തയ്യാറാക്കിയാലോ, ആരും മോഹിച്ചു പോകുന്ന ഒരു പണപ്പെട്ടി. എന്തായാലും അടിച്ചു മാറ്റാൻ നോക്കണേ. അങ്ങനെ തന്നെ ഹെഡ് നോക്കിയിട്ട് നമ്മൾ ഒരു ഓട്ട തുളച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ളതൊക്കെ പശ തേച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക, പെയിൻറ്റ് ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്ന് എന്തായാലും കുട്ടപ്പനാക്കി എടുക്കണമെന്ന് മാത്രം. അപ്പോൾ ആ ബോക്സിൻ്റെ വൃത്തികളൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ട് നമുക്ക് നല്ല ഇഷ്ടമുള്ള കളറിൽ ഒരു സൂപ്പർ ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് സീൽ ചെയ്തെടുക്കണം. ആ ഓട്ടോ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗവും ഞാൻ സീൽ ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മുടെ കിട്ടുന്ന പോക്കറ്റ് മണി ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് ആയാലോ. അപ്പോൾ പല ഷേപ്പിൽ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമ്മൾ കുറേ വിലങ്ങനെയും തിളങ്ങനെയൊക്കെ കോളങ്ങൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. കൈ സ്കെയിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ മരക്കഷ്ണം വെച്ചിട്ടാണ് കേട്ടോ വരച്ച് കൊടുത്തത്. വര കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു സംശയം, അത്യാവശ്യം കോളങ്ങളുണ്ടോയെന്ന്. ഒരു വർഷത്തേക്ക് തികയുണ്ട്. പിന്നെ എണ്ണി നോക്കി തിട്ടപ്പെടുത്തിയപ്പോൾ ഹൗസ് സമാധാനമായി. വിചാരിച്ചാലും അധികം കോളംസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഓരോ ദിവസം എത്ര മണി ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിത് ഇടയ്ക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് എണ്ണി നോക്കണ്ടല്ലോ. പെട്ടിയുടെ സൈസ് ചെറുതാകുന്നവർക്ക് വലിയ പെട്ടി എടുക്കാം. എന്തായാലും വിഷയൊക്കെ വരില്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോനായുടെ പെട്ടി ഇത് റെഡി ആയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ്